ചിലരുടെ ധാരണ കുറച്ച് കോപ്പിരാട്ടി കാണിച്ചാൽ സൂഫിയാവുന്നതാണ്. കുറച്ച് കോപ്പിരാട്ടി കാണിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിസ്കരിക്കാതിരിക്കുക, ചിലപ്പോൾ നിസ്കരിച്ചിട്ട് ആ കാര്യം ഒന്ന് ചോദിക്കുക, അതുപോലെ തന്നെ നിസ്കരിക്കുന്നത് നിരുത്സാഹപ്പെടുത്തുക, നിസ്കരിക്കുന്നവരെ കുറ്റം പറയാ, അതുപോലെ നോമ്പെടുക്കുന്നവരെ കുറ്റം പറയാ, ആലിമീങ്ങളെ മാംസം തിന്നുക, ഇങ്ങനെയൊക്കെ ചെയ്ത സൂഫിയാവുന്നാണ് ചിലരുടെ ധാരണ. സൂഫിയാവൂല, സൂഫിയാവൂല, മറിച്ച് ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ കാരണമാണ്. ഇതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാന സയ്യിദ് അലവിൽ മംബുറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ സർട്ടിഫിക്കറ്റ് നൽകിയ മറ്റൊരു കിതാബായ നഫായിസുദ് ദുറർ. ആ നഫായിസുദ് ദുറർ നമ്മുടെ കേരളത്തിൽ വലിയ ചലനം സൃഷ്ടിച്ച മഹാപണ്ഡിതനും നമ്മുടെ ഉസ്താദുമാരുടെ പരമ്പരയിൽ വരുന്ന ആളും, അതിന്റെ പുറമേ പ്രധാനപ്പെട്ട വലിയ ധാരാളം കറാമത്തുകൾ പ്രകടമായ മഹാനുമായ വെളിയങ്കോട് ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി, അല്ലാഹു തആല അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹ ബഹുമാനത്തോടെ ആ റൗള ശരീഫ് ഒന്ന് തുറന്നു കാണണം എന്ന ഉത്കടമായ ആഗ്രഹത്തോടെ മഹാനവറുകൾ ഒന്ന് തുറന്നു കൊടുക്കാൻ ആവശ്യപ്പെട്ടപ്പോ അധികൃതർ തുറന്നു കൊടുത്തില്ല. ആ വേദനയോടെ അവിടെ നിന്നിട്ട് സല്ലല്ലാഹു ബൈത്ത് ചൊല്ലി, അങ്ങനെ ചൊല്ലി 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 യാ അക്റമൽ ഖുറമാ അലാ അതാബികും ഉമറുൽ ഫഖീറുൽ മുർതജീൽ ജനാബികും. ഓ ഉന്നതരിൽ ഉന്നതരായ നബിയേ, ഉദാരരിൽ ഏറ്റവും ഉദാരരായ നബിയേ, ബഹുമാനികളിൽ ഏറ്റവും ബഹുമാനിയായ നബിയേ, അങ്ങയുടെ പടിവാതിൽക്കലിതാ അങ്ങയുടെ സഹായം പ്രതീക്ഷിക്കുന്ന പടച്ചവനിലേക്ക് മനസ്സ് തിരിച്ച് അല്ലാഹുവിലേക്ക് ഫഖീറായി ഞാൻ നിൽക്കുകയാണ്. അങ്ങയിലേക്ക് എൻ്റെ പ്രതീക്ഷയാണ്. കാരണം അല്ലാഹു അങ്ങനെ കൊടുക്കുന്നതും തടയുന്നതും എങ്കിലും ആ കൊടുക്കുന്നതിന് ഏറ്റവും വലിയ നിമിത്തമായി നിശ്ചയിക്കപ്പെട്ട ആള് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ. ഇന്നമാ അന ഖാസിമുൻ, ഞാൻ വിതരണം ചെയ്യുന്ന ആളാണ്. വല്ലാഹു യുതി, കൊടുക്കുന്ന രാജാവ് ഉടമസ്ഥനായ അല്ലാഹയാണ്. ആ റബ്ബ് ഞാൻ മുഖേന നന്മകൾ വിതരണം ചെയ്യുകയാണ് എന്ന് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പറയാണ് അൽ മുർതജീലി ജനാബികും, അങ്ങയിലേക്ക് പ്രതീക്ഷ വെച്ച് വന്നിട്ടുള്ള ഫഖീറായ ഉമർ ഇതാ അങ്ങയുടെ പടിവാതിൽക്കൽ നിൽക്കുകയാണ്. യർജുൽ അതാഅലൽ ബുകാഇ ബിബാബികും വദ്ദമു ഫീ ഖദ്ദൈഹി സലസജീമാ. ഓ നബിയേ, തങ്ങളെ പടിവാതിക്കൽ നിന്നിട്ട് ഇതാ കരയുകയാണ് ഈ ഫഖീറായ ഉമർ. വദ്ദമു മിൻ ഐനൈഹി സലസജീമാ, കണ്ണിൽ നിന്ന് വെള്ളമിങ്ങനെ ഒലിക്കുന്നുണ്ട്. അങ്ങയോടുള്ള സ്നേഹ ബഹുമാനത്താൽ അവിടുത്തെ റൗളയൊന്ന് തുറന്നു കാണണമെന്ന ആഗ്രഹമാണ്. അങ്ങനെ അവിടുന്ന് ചൊല്ലുമ്പോഴാണല്ലോ റൗള ശരീഫിന്റെ വാതിൽ ഓട്ടോമാറ്റിക്കായി തുറന്നു പോയത്. അത് മഹാനവറുകളുടെ വലിയ കറാമത്താണ്. ഔലിയാക്കൾക്ക് കറാമത്തുണ്ടാകും. കറാമത്ത് എന്ന് പറഞ്ഞാൽ അസാധാരണ സംഭവമാണ്. ആ അസാധാരണ സംഭവങ്ങളെ അംഗീകരിക്കാത്തവൻ അഹ്ലുസുന്നയിൽ പെടൂല. അതേപോലെ ബഹുമാനപ്പെട്ട അബൂ തുറാബിൻ നഖ്ശബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കറാമത്ത് നിഷേധം എന്ന് പറയുന്നത് കുഫറാണ്. ആ കുഫറിന്റെ മഅന ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക എന്നാണോ?
ആ അർത്ഥമല്ല, അവന്റെ ഈമാനിന് കേടുണ്ടെന്നാണ് എന്ന് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു തബഖാത്തിൽ മഹാനവറുകളുടെ വാചകം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞതായി കാണാം. ഏതായിരുന്നാലും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്കുള്ള കുഫറാണ് കറാമത്ത് നിഷേധം എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫിന്റെ വാതില് ഓട്ടോമാറ്റിക്കായി തുറന്നത്. ആ ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു കറാമത്തായിരുന്നു ചാവക്കാട് ജയിലിൽ നിന്ന് വാതിലടച്ച് പൂട്ടിയിട്ട് പോലീസുകാര് പുറത്ത് കാവല് നിൽക്കുമ്പോ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി വെള്ളത്തിനാവശ്യപ്പെട്ടു. പോലീസുകാരോട് വെള്ളം കിട്ടി, ഒതുവെടുത്തു, തഹജ്ജുദ് നിസ്കരിക്കാൻ നിന്നു. വീണ്ടും ഗേറ്റ് പൂട്ടി, അല്ലെങ്കിൽ വാതിൽ പൂട്ടി. പോലീസുകാർ കാവലിനിരുന്നു. നേരം വെളുത്തു നോക്കും ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിനെ കാണുന്നില്ല. കാരണം അവിടുന്ന് കറാമത്തായി ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. മഹാനവറുകൾ കോടഞ്ചേരി പള്ളിയിൽ നിന്ന് ദുഹാ നിസ്കരിക്കുകയായിരുന്നു. അവിടുന്ന് ഒരു ചെറുപ്പക്കാരനെ വിളിച്ച് പോലീസുകാരോട് ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറയണം, അവരെ ജോലി തീർച്ചു പോകണ്ട എന്ന് പറഞ്ഞു. ആ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ധാരാളം കറാമത്തുകൾ പ്രകടമായ കേരളീയ പണ്ഡിതൻ ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹു. ആ ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിനോട് ചില സംശയങ്ങൾ ചോദിച്ചു. ആ സംശയങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി മഹാനവറുകൾ രചിച്ച ഗ്രന്ഥമാണ് നഫായിസുദ് ദുറർ എന്ന ഗ്രന്ഥം. ആ നഫായിസുദ് ദുറർ എന്ന ഗ്രന്ഥത്തിൽ മഹാനവറുകൾ പ്രത്യേകം ഓർമ്മിപ്പിച്ച ഒരു കാര്യം എന്താണത്? ഒരാള് അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പെട്ടാൽ, ഒരാൾ ഒരു മഹാനായി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് നിസ്കാരം വേണ്ട, അദ്ദേഹത്തിന് നോമ്പ് വേണ്ട, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ദീനിന്റെ നിയമം ബാധകമല്ല. പിന്നെ അവരെ ശരീഅത്ത് വേറൊന്നാണ്, അള്ളാഹിന്റെ ദീന് ശരീഅത്ത് മറ്റുള്ളവർക്ക് വേറൊന്നാണ് എന്ന് പറയുന്ന ആശയം, അതിനെ സംബന്ധിച്ച് മഹാനവറുകൾ വളരെ ശക്തമായി എതിർത്തുകൊണ്ട് സംസാരിച്ചത് കാണാം. ഓ സുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണത്? ആളുകളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. വ്യാജന്മാരായ പലരും തസൗഫിന്റെ പേരിൽ രംഗത്ത് വരും. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ സിറുൽ അസ്റാർ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞില്ലേ, 12 ടീമുണ്ട് സൂഫി പേരിൽ ഇറങ്ങിയവർ. ആ 12-ൽ 11 പിഴച്ചുപോയവരാണ്, 11 നരകത്തിലേക്ക് പോകുന്നവരാണ്. ഒരൊറ്റ ഒന്ന് മാത്രമേ സ്വർഗാവകാശികളായ സുന്നത്ത് ജമാഅത്തുകാരുള്ളൂ. ആ 11 പാർട്ടികളുടെയും ആശയങ്ങൾ മഹാനവറുകൾ അവിടെ വിവരിച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഔലിയാഇയ്യ എന്ന് പറഞ്ഞ് ഒരു കൂട്ടരുണ്ട്. അവരെ സ്വഭാവം എന്താണ്? ഔലിയാക്കൾക്ക് എന്തുമാകാമെന്ന വാദക്കാരാണ്. അത് സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ള പിഴച്ച കക്ഷികളാണ്. ഇത് തന്നെയാണ് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ലാ യഹ്തദീ ദു ബാത്തിനിൻ ഫീൽ ഖദർ ലിമഖാമി ഖൗമിൻ സാദത്തിൻ നുജുബിൻ ഖുറർ. മനസ്സ് ചീത്തയായ മനുഷ്യന് മഹാന്മാരെ വഴിയിലേക്ക് കടക്കാൻ കഴിയില്ല, ആ സ്ഥാനം ലഭ്യമല്ല. അന്നായകൂനു ലഹു വദാലിക മിൻ സമർ ശജരി ശരീഅതി യഹ്നുഹാ അഹ്ലുസ് സമർ. എങ്ങനെ മഹാന്മാരാകണമെങ്കിൽ ഇസ്ലാമിക ശരീഅത്തിന്റെ ആ മരത്തിന്റെ ഫലമല്ലേ കറാമത്ത്, ആ മരത്തിന്റെ ഫലമല്ലേ ത്വരീഖത്ത്, ആ മരത്തിന്റെ ഫലമല്ലേ ഹഖീഖത്ത്. അത് ലഭിക്കണമെങ്കിൽ മരമില്ലാതെ ഫലമുണ്ടോ, പഴമുണ്ടോ? ശരീഅത്തില്ലാതെ പിന്നെ ഒരാൾക്ക് ഉന്നത സ്ഥാനത്തെത്താൻ കഴിയോ? അതുകൊണ്ട് തന്നെ ആരെങ്കിലും നിങ്ങളോട് ശരീഅത്തല്ല പ്രശ്നം, അതേ സമയത്ത് അതാ അവരെ ഇഷ്ടം പോലെ ജീവിക്കാൻ അവർക്ക് അതാ അനുമതിയുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നീ ഒരിക്കലും പെട്ടുപോകണ്ട. ലാ യഖ്ദഅന്നക ഖൗലു അർബാബിൽ ഖുറർ ബിഖിലാഫി മാ ഖുൽനാഹു മിൻ ഖൗലിൻ നുകിർ. ആ തെറ്റായ ആശയം പറയുന്നവരുടെ അവരുടെ ചതിയിൽ നീ പെട്ടുപോകല്ലേ മോനെ. ഉമർ ഖാദി റഹിമഹുല്ലാഹ് പ്രത്യേകം പറയാണ്, വസഫീനതു ശറൈ ശരീഫി മതം ഫതർ അൽവാഹു ഹാതമൽ ഹലാകു വഖദ് ഖുദിർ.
ശരീഅത്താകുന്ന കപ്പല് അതിന്റെ പലക പറഞ്ഞാൽ അത് പൊട്ടിയാൽ പിന്നെ ഹലാക്ക് മാത്രമാണ്. ആരും തെറ്റിദ്ധരിക്കണ്ട, വലിയന് ഇഷ്ടം പോലെ പോകാമെന്ന് മഹാനവറുകൾ ശേഷം അതാ പറയുന്നു, മാലിൽ വലി തഫറുതും ഫീമാ ഉമിർ മിൻ വാജിബാത്തിദ്ദീനി ഔ ഫീമാ ഹുദിർ. ഒരു വലിയനും അല്ലാഹു കൽപ്പിച്ച വാജിബായ കാര്യം കൈയൊഴിക്കാൻ പാടില്ല. അല്ലാഹ് വിരോധിച്ചതൊന്നും ചെയ്യാൻ ഒരു വലിയനും പാടില്ല. ഫിലം വതർകൻ ദാവദാക ഫമാ സദർ മിൻ ബഅലിഹിം ഫമുഅവ്വലുൻ ലാ തഗ്തരിർ. അതേ, ഏത് കാര്യം അല്ലാഹ് കൽപ്പിച്ചിട്ടുണ്ടോ അത് ചെയ്തേ പറ്റുമോ, വിരോധിച്ചിട്ടുണ്ടോ ഒഴിച്ചേ പറ്റുമോ. എന്നാൽ ഏതെങ്കിലും ഒരു മഹാനാണെന്ന് തെളിയിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അതിനെതിരായി വല്ലതും നിന്റെ അറിവിൽപ്പെട്ടാൽ നീ അതിനെ നല്ല നിലയ്ക്ക് വ്യാഖ്യാനിക്കണം. ഉദാഹരണത്തിന് പരിശുദ്ധ റമദാനിൽ ഒരു വലിയ അദ്ദേഹം പകലിൽ ഒരു വീട്ടിൽ നിന്ന് പാല് കുടിക്കുന്നത് ആ വീട്ടുകാരന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്നാൽ ആ വീട്ടുകാരൻ മനസ്സിലാക്കണം, ആ വലിയന് എന്തോ രോഗമുണ്ട്, അതിനാൽ അദ്ദേഹത്തിന് ഇന്ന് നോമ്പ് നിർബന്ധമില്ല, അതുകൊണ്ട് അദ്ദേഹം പാല് കുടിച്ചതാണ് എന്ന് അദ്ദേഹത്തെ സംബന്ധിച്ച് നല്ലത് മനസ്സിലാക്കുകയല്ലാതെ അദ്ദേഹം അതാ അള്ളാന്റെ ദീനിനെ പിച്ചി ചീന്തിയെന്നോ റമദാനിൽ പാല് കുടിക്കൽ വലിയന് അനുവദനീയമാണെന്നോ ചിന്തിച്ചു പോകാൻ പാടില്ല. നമ്മൾ മുഹീദ്ദീൻമാരെ പാടിയവരാണ്, പാടുന്നവരാണ്. അതെ, നമുക്കറിയാമല്ലോ. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ബാബാ മുദൂഗിന്ന് ഖുതുബായി വന്നവർ, ജനിക്കുമ്പോ തന്നെ വലിയ സ്ഥാനമുള്ള മഹാനാണ്. എന്നിട്ടോ മുതലായ റമദാനിൽ മുലനെ കൂടിക്കുന്നാൽ 30 നാളിലും മുലനെ തോടാതോവർ. സുബ്ഹാനല്ലാഹ്, പ്രായപൂർത്തിയാകാതെ നോമ്പ് നിർബന്ധമില്ലല്ലോ, പക്ഷേ മുല കുടിക്കുന്ന കാലത്ത് തന്നെ മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ശരീഅത്തിന്റെ അദബ് പാലിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നൽകുകയാണ്. മുല കുടിക്കുന്ന കാലത്ത് തന്നെ നോമ്പെടുക്കുകയാണ്. അതെന്തിനാ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി മുഹീദ്ദീൻ മാലയിൽ നമ്മളെ പഠിപ്പിച്ചത്? മഹാന്മാരായ ഔലിയാക്കൾ അവരൊരിക്കലും ശരീഅത്ത് അനുസരിക്കാത്തവരാണ് എന്ന തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല. അതാണ് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കല്ലാ ഇദാ നാലൽ മഖാമാതിൽ കുബർ ഫഅലൈഹി സാദ ലിറബ്ബിഹി ഹഖ്ഖു ശുക്ർ. അല്ലാഹുവിന്റെ അടുക്കൽ എത്രത്തോളം സ്ഥാനം കൂടുതലുണ്ടോ അത്രത്തോളം അവർ റബ്ബിന് നന്ദി ചെയ്യുന്നത് കൂടുതൽ ചെയ്യും. മിൻ ഗൈരിഹി ഫയകൂനു മിൻ ബൈനിൽ ബശർ ബിവളാഇഫി തക്ലീഫി ഔലാ മുത്തബിർ. മറ്റുള്ളവരെല്ലാം സ്വീകരിക്കുന്നതിനേക്കാൾ ഇസ്ലാമിന്റെ കൽപ്പന സ്വീകരിക്കുന്നവർ ഉന്നത സ്ഥാനത്തുള്ളവരായിരിക്കും, അല്ലാഹുവിന്റെ ഔലിയാക്കളായിരിക്കും. നിങ്ങൾ കേട്ടിട്ടില്ലേ, ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ തൈഗ്രീസ് നദിയുടെ സമീപത്ത് നിന്നും അതാ പുഴയിലേക്ക് ഇറങ്ങിയിട്ട് അവിടുത്തെ ഷർട്ട് ഇങ്ങനെ കഴുകുകയാണ്. എന്തേ, അല്പം ചളി തെറിച്ചു പോയതാണ്, അതിനിങ്ങനെ ബുദ്ധിമുട്ടേണ്ടതുണ്ടോ തങ്ങളെ? നിങ്ങളെ മദ്ഹബിൽ നിങ്ങളുടെ തുണിയുടെ 4/1 അല്ലെങ്കിൽ പകുതിയോ നജസായാൽ തന്നെ വിട്ടുവീഴ്ചയുണ്ടെന്നല്ലേ, നിങ്ങൾക്ക് അതിനിങ്ങനെ ബുദ്ധിമുട്ടേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മഹാനവറുകൾ പറഞ്ഞ മറുപടി, ദാലിക മിനൽ ഫത്വാ വഹാദാ മിനത് തഖ്വാ. മസ്അല ചോദിച്ചാൽ ഞാൻ അങ്ങനെ പറയും, വിട്ടുവീഴ്ച ഉണ്ടെന്ന് പറയും, പക്ഷെ എൻ്റെ ജീവിതത്തിൽ തഖ്വയുടെ മാർഗമാണ് ഞാൻ സ്വീകരിക്കുന്നത്. സൂക്ഷ്മത കഴുകലാണല്ലോ. അങ്ങനെ ഏറ്റവും ഉന്നതമായ നിലക്ക് അല്ലാഹുവിന്റെ കൽപ്പന സൂക്ഷ്മതയോടെ സ്വീകരിക്കും. അതല്ലേ വതരീഖത്തുൻ അഖദും ബിഅഹ്വത കൽബറഇ വഅസീമതിൻ കരിയാലതിൻ മുതബത്തില. അതിക്കേലും പറഞ്ഞത് അതാണ്.
പിടിക്കുന്നതാണ്. ശരീഅത്ത് സൂക്ഷ്മതയോടെ മുറുകെ പിടിക്കുന്നതാണ് ത്വരീഖത്ത്. അല്ലാതെ ശരീഅത്ത് കൈയൊഴിക്കുന്നതിന്റെ പേരല്ല ആ ത്വരീഖത്ത്. അത് തന്നെയാണ് മഹാനായ ഉമർ ഖാദിയും പറയുന്ന മാലിൽ ഫറാഇദി മിൻ ബദീലിൻ കദിക്ർ ബിദവാമിഹി ലാലാ വലാ തൂലിൽ ഫിക്ർ. ഓ മനുഷ്യ, ചില വ്യാജന്മാര് നിന്നെ ചതിച്ചു കളയും. അദ്ദേഹം ഇങ്ങനെ ദിക്റും ചൊല്ലി കുത്തിരിക്കുകയാണ്. അയാൾക്ക് നിസ്കരിക്കണമെന്നില്ല, നോമ്പെടുക്കണമെന്നില്ല, അത് വേറെ ശരീഅത്താണ് എന്ന് പറഞ്ഞാൽ പെട്ടു പോകണ്ട. മാലിൽ ഫറാഇദി മിൻ ബദീലിൻ കദിക്ർ. അല്ലാഹ് ഫർളാക്കിയ കാര്യത്തിന് പകരം വെക്കാൻ ഒന്നുമില്ല, ഒരു ദിക്റുമില്ല. എപ്പോഴും അതാ ദിക്ർ ചൊല്ലിയാലും എപ്പോഴും പടച്ചവനെ ചിന്തിച്ചാലും ഫർള് കൈയൊഴിക്കാൻ അവകാശമില്ല. ഇത് തന്നെയാണ് മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഫത്ഹുർ റബ്ബാനിയിലും പറഞ്ഞത്. ലാ തസ്ഖുതുൽ ഫറായിദു ബിഹാലിൻ. ഒരവസ്ഥയിലും മഹാന്മാർക്ക് ഫർള് ഒഴിവാകൂല. അതിന്റെ തെളിവാണ് ഉമർ ഖാദി ശേഷം പറയുന്നത്. അവലൈസ ത്വാഹ ഖൈറ മൻ ലസിമ الذكر بحضور قلب والتزام للفكر وله مدى أنفاسه مع من فطر من قربه وشهوده الرتب الكبر. ലോകത്ത് ഏറ്റവും അല്ലാഹുവിൽ ലയിച്ച വ്യക്തി ആരാണ്? അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്ത വ്യക്തി ആരാണ്? ഏറ്റവും വലിയ ഹഖീഖത്തും തരീഖത്തും എല്ലാം ഉള്ള വ്യക്തി ആരാണ്? അത് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ. എപ്പോഴും അവിടുത്തെ മനസ്സിൽ ദിക്റല്ലേ, എപ്പോഴും ചിന്തയല്ലേ. പക്ഷേ അവിടുത്തെ ജീവിതം എങ്ങനെ? മനാലഹാ അഹദുൻ സിവാഹു മിനൽ ബശർ കല്ലാ വലാ മലകുൻ വലാ കുല്ലു സുമർ. അതേ, ആ റസൂലുള്ളാഹിന്റെ സ്ഥാനം ലോകത്ത് ഒരു വലിയനും കിട്ടിയിട്ടില്ലല്ലോ, കിട്ടൂലല്ലോ. ഒരു നബിക്കും കിട്ടിയിട്ടില്ലല്ലോ, കിട്ടൂലല്ലോ. ഒരു മലക്കിനും കിട്ടിയിട്ടില്ലല്ലോ, കിട്ടൂലല്ലോ. ഫയജിദ്ദു മഅഹു ഫിൽ ഇബാദതി വശുക്ർ അത്ഖാബ അഖ്സാ ദംഉഹു ഖൗഫൻ യദുർ. ആ നബി തങ്ങൾ അങ്ങേയറ്റം ഇബാദത്ത് ചെയ്യുകയല്ലേ, പടച്ചവന് നന്ദി കാണിക്കുകയല്ലേ. ഏറ്റവും സൂക്ഷ്മതയോടെ ഏറ്റവും ഭക്തിയോടെ ജീവിക്കുമ്പോഴും ആ നബി തങ്ങൾ എത്രയും വലിയ സ്ഥാനത്തായിട്ടും അവിടുന്ന് കരയുകയല്ലേ. വലിഖൗഫി യബ്ദുൽ അസീസു മിനസ് സദ്ർ കൽമിർജലിൽ ബഗ്രി സഹബിൽ ഖബർ. സഹിഹായ ഹദീസ് നിനക്കറിയൂല മോനെ? ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ ഭയപ്പെട്ട് കരയുന്നതിനാൽ അവിടുത്തെ നെഞ്ഞിൽ നിന്ന് അതേ നമ്മൾ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് തിളക്കുന്ന സമയത്തുണ്ടാകുന്ന ചെറിയ ശബ്ദമില്ലേ, അതുപോലത്തെ ശബ്ദം ഹബീബ് നബി തങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഗത്ത് നിന്ന് നെഞ്ഞിൽ നിന്ന് അല്ലാഹുവിനെ ഭയപ്പെട്ട് കരയുന്നതിനാൽ ഉണ്ടായില്ലേ. ആ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഅന്നഹുൽ മഅസൂമു മഅദൂമുൽ വിസ്ർ ഖൈറുൽ വറാ ലൗലഹു മാ കൗനുൻ വഹർ. ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്തവരല്ലേ, അതേപോലെ ലോകത്തുള്ള സർവ്വ സൃഷ്ടികളിലും ഉത്തമരല്ലേ. ആ നബിതങ്ങളില്ലെങ്കിൽ ഇവിടെ ലോകം തന്നെ ഇല്ലായിരുന്നു. എന്നിട്ടും ആ നബിതങ്ങൾ ഫർളും സുന്നത്തും ഒക്കെ കൃത്യമായി നിർവഹിച്ച് അല്ലാഹുവിന് ശുക്ർ ചെയ്ത് ജീവിക്കുമ്പോഴും അല്ലാഹനെ ഭയപ്പെട്ട് കരയുകയല്ലേ. തമ്മൽ ജവാബു അനി സുആലി ബിമാ ദുകിർ വല്ലാന അബ്ദൗ ഫീ മദീഹിൻ മുഖ്തസർ. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് ഒന്ന് പാടട്ടെ എന്ന് പറഞ്ഞ് മഹാനായ ഉമർ ഖാദി
റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പാടുകയാണ്. അസ്കസ്സലാത്തി മഅസ്സലാമിൽ മുന്തശിർ മലാഹ നജിബുൻ വദ്ദയാജി തഹതകിർ തത്റാ അലാ ഖൈരിൽ ബനീന മിൻ മുദർ മിൻ ബൈനി റസൂലില്ലാഹി വാസിതുദ് ദുറർ ബഹറുൽ ലതായൽ മുസ്തഫൽ ആലിൽ ഖദർ അഹ്ലുസ് ശഫാഅതി ഖൈറു മൻ ജാബിസ് സുബുർ റുക്നുൽ ഹുദാ വൈലുൻ നദാ വഹുവൽ ബദർ ബിതമാമിഹി വലിനൂരി ഇസ്തഹയൽ ഖബർ. പ്രകാശം, നബി തങ്ങളെ പ്രകാശം കണ്ട് ചന്ദ്രൻ നാണിച്ചു പോയില്ലേ? ഏറ്റവും വലിയ ഭംഗിയല്ലേ? കൊടുതിയുടെ സമുദ്രമല്ലേ? ഉന്നത പദവിയല്ലേ? അവിടുന്ന് പാവപ്പെട്ടവർക്ക് അതാ റെക്കമെൻഡ് ചെയ്യുന്ന നേതാവല്ലേ? ഓ സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ വാക്ക് നിർത്തട്ടെ.